നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫെയ്സ് കനാലിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് ഏനാമാക്കൽ വളയംകെട്ട് പൊട്ടിച്ചു. നാട്ടിക കോട്ടൺ മില്ലിലെ പൂർവ്വ തൊഴിലാളികളുടെ സംഗമം നടന്നു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ ഏനാമാക്കൽ ഫെയ്സ് കനാലിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് പൊട്ടിച്ചു. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കോൾപ്പാടങ്ങളിലെ ചിറകളെല്ലാം തുറന്നിട്ടിരുന്നു. ഇടിയഞ്ചിറ വളയംകെട്ട് പൊട്ടിക്കുന്നതിനായി ഇറിഗേഷൻ അധികൃതർ വെള്ളിയാഴ്ച വൈകിട്ട് എത്തിയിരുന്നെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് പൊട്ടിച്ചില്ല. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വളയംകെട്ട് പൊട്ടിക്കുകയും വെള്ളമെല്ലാം ഒഴുകിപ്പോവുകയും ചെയ്തതിന് ശേഷം മഴ പെയ്യാതിരുന്നാൽ ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കരയമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം രക്ഷാധികാരിയായിരുന്ന തയ്യിൽ ജിനചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഷാലി വാഴപ്പള്ളി അധ്യക്ഷനായി. ഗിരി തയ്യിൽ, NS പ്രജീഷ് ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി പഠനോപകരണ വിതരണവും നടന്നു. ഡോക്ടർ അലോക്, ജിത അലോക്, ജിനി സുമേഷ് റേ, രാംദയാൽ, പ്രദീപ് MD എന്നിവർ ബാഗ്, നോട്ട്ബുക്ക്, കുട, ബോക്സ്, പേന, പെൻസിൽ എന്നിവടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സജീഷ് KD, വികാസ് തേനാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കൊറോണ കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ജിനിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത്. വളരെ സജീവമായിട്ട് സാമൂഹിക കാര്യങ്ങളിലും ഒപ്പം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജിനിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ജിനിച്ചേട്ടൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ. കാരണം ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കരുത്തും പിന്തുണയൊക്കെ നൽകിയിരുന്നത് ജിനിച്ചേട്ടനായിരുന്നു. വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ആ സ്വപ്നത്തിന് നിറങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ പിന്തുണയും നൽകിയത് ജിനിച്ചേട്ടനായിരുന്നു. CITU എടത്തിരുത്തി കോഓർഡിനേഷൻ കമ്മിറ്റി പൈനൂർ NLP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. CITU തൃശൂർ ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാജിദ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, MK ഫൽഗുണൻ, KG സുഖദേവ്, NR ഖാൻ ജൂലിയേറ്റ്, PS ഷാഫി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് യവീന, KV ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക കോട്ടൺ മിൽസ് പൂർവ്വ തൊഴിലാളി സംഗമം നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ ചേർന്ന സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ പുറത്തുള്ള പല ജില്ലകളിൽ നിന്നുള്ള ജീവനക്കാർ ഇവിടെ താമസിച്ചു. അതിൽ INUCയുടെയും CITUവിന്റെയും ഒക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് PR വിജയത്തോടൊപ്പം സൗഹൃദം പങ്കുവെക്കുന്നത് തുടങ്ങി. ഒരു ഘട്ടത്തിൽ CKG വൈദ്യുതി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന അവസാന കാലഘട്ടത്തിൽ എന്നെ INUC യൂണിയന്റെ വർക്കിംഗ് പ്രസിഡന്റായി CKG വൈദ്യുതി നിർദ്ദേശിച്ചിട്ട് തെരഞ്ഞെടുത്തു. കുറച്ച് നാള് INUCയുടെ വർക്കിംഗ് പ്രസിഡന്റായി ഈ യൂണിയനിൽ ഭാഗമാക്കാവാൻ കൂടി അവസരം കിട്ടി. അതുകൂടാതെ 2001 ഞാനിവിടെ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ കോട്ടൺ മില്ല് കൂട്ടിക്കെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. ചെയർമാൻ MV വിമൽകുമാർ, കൺവീനർ TK ദേവദാസ്, വാർഡ് മെമ്പർ സുരേഷ് ഇയാനി, MB മോഹനൻ, TC ഉണ്ണികൃഷ്ണൻ, NK രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ നേതാക്കളായ CKG വൈദ്യർ, CO പൗലോസ്, KV പീതാംബരൻ, KA ആനന്ദൻ, 50ഓളം തൊഴിലാളികൾ എന്നിവരുടെ വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. 150ലേറെ പൂർവ്വ തൊഴിലാളികൾ ചടങ്ങിൽ പങ്കെടുത്തു.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024 SSLC+2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്.
കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി. NSS യൂണിറ്റിന്റെയും കരിയർ ഗൈഡൻസ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ മേഖലയിൽ 2024 മാർച്ചിൽ നടന്ന പൊതുപരീക്ഷയിൽ 97% വിജയം കരസ്ഥമാക്കി ഈ വിഭാഗത്തിലെ 3ാം സ്ഥാനക്കാരായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുക. കാലഘട്ടത്തിന്റെ കടമ നിർവഹിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും കലാലയത്തിന്റെ പടിയിലേക്ക് പോകുന്നത്. എന്താണോ ഈ സമൂഹം നിങ്ങൾ അർപ്പിതമാക്കിയിട്ടുള്ളത്, വിദേശത്തിലുള്ളത്, അത് 100% വാക്കുപാലിച്ചുകൊണ്ട് കടമ നിർവഹിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് കലാലയത്തിലേക്ക് പുറത്തേക്ക് പടിയിറങ്ങി പോകുന്നത്. ആ വിജയം ഈ കലാലയത്തിന്റെ ഭാവി വരുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമാണ്. PTA പ്രസിഡന്റ് CM ലിജിത്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ KR കല, മുൻ പ്രിൻസിപ്പൽമാരായ അനിത മുകുന്ദൻ, VA ബാബു, സീനിയർ അധ്യാപിക CS ഷൈജ, ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എടമുട്ടം SNS സമാജം കലാമന്ദിറിന്റെ 3ാമത് ചെണ്ടമേളം ബാച്ചിന്റെ അരങ്ങേറ്റം നടത്തി. SNS സമാജം ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി സുകേഷ് പ്രാർത്ഥന ചൊല്ലി. ഭരണസമിതി അംഗങ്ങളായ സുമോദ് എറണാകുളത്ത്, സുനിൽ അണക്കത്തിൽ, രഞ്ജു കാർത്തിയായിനി, കോഴ്സ് കോർഡിനേറ്റർ ശാലിനി ജയചന്ദ്രൻ എന്നിവർ അരങ്ങേറ്റത്തിന് നേതൃത്വം നൽകി. PR രാജേഷ്, ഹരിനന്ദൻ, VK മിത്രൻ, KK സുരേഷ്, PS സച്ചിൻ, NR രതീഷ് എന്നിവരാണ് ചിട്ടയായ പരിശീലനത്തിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്. ഗുരുദക്ഷിണയ്ക്കും ഉപഹാര സമർപ്പണത്തിനും ശേഷം പഞ്ചാരിമേളം അരങ്ങേറി. പെരിങ്ങോട്ടുകര കിഴക്കുമുറി ശ്രീ ബോധാനന്ദ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ കുട്ടികളെ വിളിച്ച് അനുമോദിക്കാനും അവരെ ആദരിക്കുന്നതിനും വേണ്ടി ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പിറകിൽ ഒരു വിശാലമായ ഒരു സമീപനം കൂടി ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇന്ന് നമ്മുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വായനശാലകളും അതുപോലെ തന്നെ കലാസമിതികളും ഒക്കെ അന്യം നിന്ന് പോയി എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും പണ്ടത്തേക്കാൾ പോലെ ഇപ്പോൾ സജീവമല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ബോധാനന്ദ വായനശാല പോലെ തന്നെ നിരവധിയായ സ്ഥാപനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. എങ്കിൽ പോലും ജനങ്ങളെ വിജ്ഞാന കൂടുതൽ എത്തിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരന്ന വായന നടത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഇടങ്ങൾ പലയിടത്തും ചുരുങ്ങിപ്പോവാണ്. വായനശാല പ്രസിഡന്റ് AK രാജൻ അധ്യക്ഷനായി. സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് പ്രകാശൻ കാരാട്ടുപറമ്പിൽ, സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി സുധീരൻ മാസ്റ്റർ, വനിതാവേദി സെക്രട്ടറി കീർത്തി ധനേഷ്, വായനശാല സെക്രട്ടറി KB ജോഷി ബാബു, ബാലവേദി സെക്രട്ടറി TU വിസ്മയ എന്നിവർ സംസാരിച്ചു.
ചാഴൂർ പടിഞ്ഞാറ് മരണാന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗവും മരണാന്തര സഹായ സമിതിയിലെ അംഗങ്ങളിലെ SLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മോഹനൻ പനമുക്കത്ത് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുഗതൻ കുണ്ടായിൽ, ട്രഷറർ പവിത്രൻ വള്ളിയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. 2 വർഷമായിട്ട് ചാഴൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് മാസം നടത്തിയത് ചാഴൂരിൻ്റെ ചരിത്രം എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച കുട്ടിയുണ്ടായിരുന്നു. പൂർവ്വത്തെ രതീഷിൻ്റെ മകൾ ദേവനന്ദ. അത് ഈ നമ്മുടെ അസനോടിൻ്റെ കുറച്ച് തെറ്റ് ഭാഗത്താണ്. നമ്മുടെ കമ്മിറ്റിയിലുള്ള അംഗത്തിൻ്റെ മകളുടെ കുട്ടി കൂടിയായിരുന്നു. അവർ പോലും അത് ഓർമ്മ വെച്ച് നമ്മളോട് പറഞ്ഞില്ല. ഇപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു കുട്ടിയെ നമുക്ക് ക്ഷണിക്കാൻ പറ്റാത്തത് നമുക്ക് വിഷമം തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം ആ കുട്ടിയുടെ വേദി നഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്ത് തന്നെയായാലും ആ കുട്ടിക്ക് നല്ല നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയും കൂടി നമ്മൾ ഈ വേദിയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫെയ്സ് കനാലിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് ഏനാമാക്കൽ വളയംകെട്ട് പൊട്ടിച്ചു. നാട്ടിക കോട്ടൺ മില്ലിലെ പൂർവ്വ തൊഴിലാളികളുടെ സംഗമം നടന്നു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.